എന്റെ അമ്മൂമ്മ ഈ ആവശ്യത്തെ പണിയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത് എന്തിനാന്നേ? ഈ ശീലമില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഇതേപോലത്തെ ഓരോന്നൊക്കെ സംഭവിക്കണത്. പിന്നെ എനിക്ക് 100% ഉറപ്പാ ഇതിൽ ഇവന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല. എന്റെ അനിയനുണ്ടല്ലോ, അവൻ നിർബന്ധിച്ചിട്ട് തന്നെയാണ് നീ കഴിച്ചത് അല്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഇത്രയും നേരം ഞാൻ മിണ്ടാതെ കേട്ട് സഹിച്ചൊക്കെ ഇരുന്ന് ഇനി ഞാൻ ഇത് കേട്ടോണ്ടിരിക്കല്ലോ കേട്ടാ. അല്ല പിന്നെ ഈ തെണ്ടി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? എന്റെ പൊന്നമ്മൂമ്മ സത്യം പറയല്ല, ഞാൻ നമ്മുടെ അപ്പൂപ്പൻ വെറ്റില് മേടിക്കുന്ന കട, നമ്മുടെ ബാലപ്പൂപ്പന്റെ കട, ആ കട കണ്ടപ്പോ എനിക്ക് പെട്ടെന്നൊരു നൊക്കളാച്ചി അടിച്ച് എന്റെ സമയമോശത്തിന് ഞാൻ അവിടുന്ന് കുറച്ച് മുറുക്കാൻ മേടിച്ചു പോയി. എടാ നീ മേടിച്ചതോ മേടിച്ച് അത് ഇവന്റെ വായിൽ കൊണ്ടുവന്ന് വെക്കണം എന്തിനാണെന്ന് ഞാൻ ചോദിച്ചേ. അതെ അതെ, ഇനിയിപ്പൊ ഇവനൊന്നും പറയാൻ നിൽക്കണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. ஒரு விஷயம் நீங்க எல்லாரும் கவனிச்சீங்களா? சித்து வெத்தலை பாக்கு சாப்பிட்டப்போ அவனோட நாக்கு வாயெல்லாம் ரொம்ப சவந்தது. அதுக்கு அர்த்தம் என்ன தெரியுமா? அவனுக்கு ரொம்ப ஐஸ்வர்யம் இருக்குன்னு. ഐശ്വര്യം കൂടി പോയതിന്റെ പാക്ക് ചൊരിക്കും അവിടെ കിടന്നത്. இப்ப அவன் ஓகே ஆயிட்டான்ல, அதெல்லாம் விடுங்க. சாயங்காலம் உங்களுக்கு யாருக்கு சாப்பிட வேண்டாமா? 4 தேங்காய் தான் இங்க இருக்கு. എന്തൊരു കഷ്ടം, 4 തേങ്ങ ഇല്ല ഒരു വീട്ടിൽ. ഇനി എന്തൊരു തേങ്ങയാണ് തേങ്ങ? 4 തേങ്ങ ഉണ്ടെങ്കിൽ അത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം. എന്റെ കൊച്ചി, അത് കൊട്ടത്തേങ്ങയാ, അത് അരയ്ക്കാൻ കൊള്ളത്തില്ല. അത് വാ തുറന്ന് പറയരുത് കേട്ടോ. அதுதான் நான் சொன்னேன், உனக்கு புரியல. ഈ തേങ്ങ അരയ്ക്കാതെ കറി ഉണ്ടാക്കാൻ പറ്റൂ? അല്ലച്ചോ അത് ഇനിയിപ്പൊ തേങ്ങാ വെട്ടുകാരനെ ഒക്കെ വിളിച്ചാലേ സമയത്തിനൊന്നും വരത്തൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, ജംഗ്ഷനിൽ പോയി 4 മേടിച്ചോണ്ട് പോവാ. എടാ ഇതെന്തൊരു കഷ്ടമാണത്. ഈ വീട്ടിലിപ്പോ പുറത്തുനിന്ന് തേങ്ങ മേടിക്കേണ്ട അവസ്ഥയായ? ഇവിടുത്തെ പറമ്പിലൊക്കെ ഒന്ന് കറങ്ങി നടന്ന ഒരു 3-4 എണ്ണ എന്തായാലും കിട്ടും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ നേരെ പറമ്പിലോട്ട് അങ്ങ് ഇറങ്ങാം. അതാകുമ്പോ ഒരു തേങ്ങാ ഹണ്ടുമായി കുറച്ചൊന്ന് നടക്കുമ്പോൾ തന്നെ അളയന്റെ തലയുടെ പെരുപ്പങ്ങ് മാറും. അങ്ങനെയാണെങ്കിലേ ഞാനൊന്ന് ഡ്രസ്സൊക്കെ മാറ്റിട്ട് വരാം. സൂക്ഷിച്ചു പോണേ. ഡ്രസ് മാറാനാ? അല്ലടാ, പറമ്പിലോട്ട് പോകുമ്പം അവിടെ നിറയെ കാടും പടലും പിടിച്ച് കിടക്കുക. கேசு போனாலும் சீக்கிரம் வரணும், தேங்காய் இல்லடா சமைக்கிறதுக்கு. ഡാ സിദ്ധുവിന് ഇനി കണ്ണി കണ്ട സാധനമൊക്കെ മേടിച്ചു കൊടുത്തോണ്ടല്ലോ, ശരിയാക്കി കളഞ്ഞ ഞാന്. എന്റെ പൊന്നളിയാ, ഇപ്പതാണ്ട് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുമ്പോഴൊന്നും അല്ലായിരുന്നു പണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിനൊക്കെയായിരുന്നു, കാണുന്ന മൊത്തം സാധനം ഉപകാരമുള്ളതായിരുന്നു. ഇപ്പൊ വള്ളിച്ചീര, വേലിച്ചീര, മൈസൂർ ചീര, ചുണ്ടക്കാന്ന് പറഞ്ഞ് വേണ്ട, കാട്ട് ചേമ്പ് തൊട്ട് അങ്ങനെ അച്ഛൻ വരെയുള്ള എല്ലാ സാധനവും ഉണ്ടായിരുന്നു. ഒന്നും നമ്മൾ നടന്നിയല്ല. പിന്നെ അത് മാത്രോ എന്തോരം ഔഷധ ചെടികളായിരുന്നു അറിയോ? കിഴാനെല്ലി, കുറുന്തോട്ടി, കയ്യുണ്ണിയം, ഇഷ്ടം പോലെ ചെടികളുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഇതൊക്കെ വല്ലതും അറിയോ എന്ത് സാധനാന്നൊക്കെ? അങ്ങനെ എന്നെ കളിയാക്കല്ലേ ചൂസേ, നീ പറഞ്ഞ സാധനങ്ങളൊക്കെ എനിക്കും അറിയാം. ഓർമ്മ വെച്ച കാലം തൊട്ട് ഗൾഫിലാണ്, എന്നിട്ട് ഇതൊക്കെ അറിയാവുന്ന വാളെ ആളാ. സാധാരണ എന്റെ പൊന്നളിയാ പറമ്പിൽ നടക്കുമ്പോഴേ അങ്ങ് അറ്റം മുതൽ ഇങ്ങനെ അറ്റം വരെ പാളയാണ്. ഇതിപ്പോ ഒരു പാള കാണണമെങ്കിൽ എത്ര ദൂരം നടക്കണമെന്ന് പറയൂ. കളയില്ലേ? പാള കണ്ടപ്പോഴേ ഒരാഗ്രഹം. എന്താഗ്രഹം? മണിപ്പൊന്നളിയ കാണാൻ വല്ലാതെ കൊതിച്ചുപോയി. കുഞ്ഞളിയ ചെല്ല കുഞ്ഞളിയ നീ വല്ലാതെ മെലിഞ്ഞുപോയി. കുഞ്ഞളിയ മണിപ്പൊന്നളിയ കാണാൻ വല്ലാതെ കൊതിച്ചുപോയി. എന്ത് പരിപാടിയാണോ കാണിച്ചേ? നിങ്ങൾ രണ്ടുപേരും ഞാൻ പാളയിലിരുത്തി വലിച്ചു തന്നില്ലേ, പിന്നെ എന്താ എന്നെ മാത്രം പാളയിലിരുത്തി വലിച്ചു തരാ? ഞാൻ നാണുണ്ടോ? പോത്ത് പോലെ വളർത്തില്ലേ? താനൊരു കൊച്ചിന്റെ തന്തയാണോ അവൻ പാളയില് ഇരുന്ന് കളിക്കാൻ വന്നേക്കുന്നത്? ഇപ്പൊ അതാണോ പ്രശ്നം? കൊച്ചിന്റെ തന്തേതാണോ പ്രശ്നം? എന്റെ പൊന്നളിയാ നടക്കണില്ല.
വലിച്ചിട്ട് അനങ്ങണ്ടേ, കല്ലുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അളിയന് അത്ര നിർബന്ധമാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാം, പറമ്പിൽ ഒരു 4-5 പണിക്കാരെ വിളിച്ചോണ്ട് വരാം, എന്നിട്ട് നമ്മളൊരു 6 പേരൊന്ന് നിന്ന് വലിക്കാം. അങ്ങനെയാണെങ്കിൽ വല്ലതൊക്കെ നടക്കും. അത് വേണ്ട. വേണ്ടേ? ഇനിയൊന്നും പറയരുത് കേട്ടാ, കൊച്ചിന് സങ്കടാവും. ബാ നമുക്ക് തേങ്ങ കുറക്കാം. തേങ്ങ വറക്കാണ്. തേങ്ങ വറക്കാം. അല്ല പറഞ്ഞ പോലെ പറമ്പായ പറമ്പൊന്നും നടന്നിട്ട് തേങ്ങ മാത്രം കണ്ടിട്ടില്ലേ. തേങ്ങ കൊണ്ട് പോയില്ലെങ്കിൽ കരകാറ്റി വെട്ടും. ആ പറഞ്ഞാലും കാര്യമുണ്ട്. ഇതിപ്പം അളിയാ, നമ്മൾ എന്തായാലും ഉള്ള പറമ്പിൽ മൊത്തം കേറിയാലും തേങ്ങ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തേങ്ങ കണ്ട ഇതുവരെ ഇല്ല. അപ്പൊ പിന്നെ ഇനി വല്ല തെങ്ങി കയറേണ്ടി വരും. തെങ്ങിക്കാരണോ? എനിക്ക് വയ്യ, എന്നാ പിന്നെ മിണ്ടാതെ കടയിൽ പോവല്ലേ. എടാ നീ എന്നെ കുറിച്ച് എന്തുവാടാ വിചാരിച്ചേക്കണേ? എനിക്ക് തെങ്ങിലൊക്കെ കയറാൻ അറിയാം. ഞാൻ പുഷ്പം പോലെ തെങ്ങി കയറി തേങ്ങ ഇടും. എടാ ഞാൻ തെങ്ങി കയറി തേങ്ങ ഇടുന്നവനാണ്. അളിയൻ ആ മരുഭൂമിയിലൂടെ തെങ്ങ്. മരുഭൂമിയൊന്നുമല്ല, പണ്ട് എന്റെ നാട്ടിൽ വെച്ച്. അല്ല ഈത്തപ്പനിയായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ, ഇത് തെങ്ങാ. നീ എന്താ കളിയാക്കണ? നിന്റെ തോർത്തവിടെ എന്റെ തോർത്ത് ഞാൻ അരക്കെട്ടി ആദ്യം ഊരിക്ക്. ഊരടാ, എന്തിനളിയാ? ആവശ്യമുണ്ടാ? നീ എന്ത് ചെയ്യാൻ പോണ്? തെങ്ങി കയറാൻ പോകുന്നു. പിന്നെ മൂവ് aside പ്ലീസ്. അളിയന് ഇത്ര അറിയാറില്ല. ഇതിനാണ് കൊള്ളാല്. അളിയ അടുത്ത ആട്ടം. അളിയാ, അളിയാ കേറാൻ പറ്റുന്നില്ല. കേറാൻ പറ്റില്ല. അളിയ അടുത്ത് ചാടി കയറിക്കൂട്. കാലുളുക്കി. കാല് ഉളുക്കിയ കാല് ബസ്സിൽ കയറി. മസിലേറിയുന്ന ഇറങ്ങാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യും, കാലിന് മസിലേറി. കൈവിട്, കൈവിട്. ചത്തോളയാള്. അളിയ ഞാൻ എന്തെങ്കിലും ചെയ്യാം, ഞാൻ കയറി വരട്ടെ. ഞാൻ മൂട്ടി ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് അളിയ? അയ്യോ വേദനിക്കുന്ന എന്നെ ഒന്ന് താഴെ ഇറക്കണ. അയ്യോ നീ ഒന്ന് അമ്മൂമ്മ, അമ്മൂമ്മ ചാടി കേറമ്മൂമ്മ. ഇതിപ്പോ ആരെ വിളിച്ചിറക്കാനാ? എന്റെ പൊന്നേച്ചി, ഫയർഫോഴ്സിനെ വിളി. അയ്യോ